ആ മൂത്ത മകന്റെ മകളാന്ന് പറയടി. നമ്മുടെ വീഡിയോകളെ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ബോക്സ് ഇടത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ചെയ്യണേ. ആഴ്ചയിൽ 3 ഹൈപ്പ്. അവിടെ ആളുണ്ട്, അവിടെ ആളുണ്ടെന്നേ. ആ അപ്പം വരും ആള്. അത് വിളിച്ചിട്ടാണ്. ഇല്ലല്ലേ, മനുഷ്യരായിട്ട് ആരും ഇല്ല അവിടെ. എല്ലാവരും പുറത്താ. അതെ അതെ, ആവശ്യം വിളിച്ചാൽ മതി. ഇനി പ്രാർത്ഥന ഇല്ലെന്നുണ്ടോന്ന് അറിയാനാ. കിടന്നോണ്ടാണോ പ്രാർത്ഥന? കിടന്നോണ്ടാണോ പ്രാർത്ഥന? പുതപ്പൊക്കെ വിരിച്ച് കിടന്നാണല്ലോ. ആ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഏറ്റിരുന്ന് പ്രാർത്ഥിക്ക്, ഏറ്റിരുന്ന് പ്രാർത്ഥിക്കാനേ. ഇന്ന് കിടന്ന പ്രാർത്ഥന, ഇന്ന് കിടന്നോണ്ടാണോ പ്രാർത്ഥനയെന്ന്? ആ പ്രാർത്ഥന തുടങ്ങിയിട്ട് കുറേ നേരം ആയിരുന്നു കേട്ടോ. നമ്മൾ കിടന്നോണ്ടാണ് ഇത് പ്രാർത്ഥന എഴുതിക്കൊണ്ടിരുന്നത്. കാപ്പി കുടിക്കാറായി, പല്ല് തേക്കണ്ടേ? കാപ്പി കുടിക്കാറായി, പല്ല് തേക്കാം. ആ പിന്നെ നിർബന്ധം വേണം, നിർബന്ധം വേണം, അതാ പറ്റിയതല്ല. ആ എന്നാ പൽപ്പൊടി കൊണ്ട് കൊടുക്ക്. എന്നാ പല്ല് തേച്ചോ. എന്താ അവള് പൽപ്പൊടി കൊണ്ടിരുന്നുണ്ട്. എല്ലാം ഈശോയുടെ കരങ്ങളിലാ, അല്ലാതെ ആരുടെയും കരങ്ങളിലല്ലേ. ഒന്നും രക്ഷപ്പെടാൻ പറ്റില്ല കേട്ടോ. ആ ഒന്നും ശരിയായി അല്ല. പല്ല് തേക്കണ്ടേ? പിന്നെ പ്രാർത്ഥനയില്ലായിരുന്നു, നമുക്ക് എടുക്കാൻ സമയം കിട്ടിയില്ല. ഇപ്പം കാപ്പിയുടെ സമയമായി. ഇനിയിപ്പം പല്ല് തേച്ചേക്കട്ടെ. ശ്വാസം പിടിച്ചിന്ന് പ്രാർത്ഥനയിലിട്ടാ നോക്കണം. ആ ഈശോ അല്ലേ. ആ ഇവിടുത്തെ നമ്മളെ ഇരിക്കുന്ന ലൈറ്റ് വേണ്ടേ? വെട്ടം വേണ്ടേ? വെട്ടം വേണ്ടേ? ആ ആ അയ്യോ ഇരുട്ടാണെന്ന് പറഞ്ഞാണല്ലോ. വെട്ടേടെന്ന് പറഞ്ഞ ആളാ. എപ്പോഴും വെട്ടേടെന്ന് പറയുന്ന ആളാണല്ലോ. ഇത് കഴിക്കുമെന്ന് ആവശ്യമുണ്ടല്ലേ? ഇന്ന് നല്ല വെയിലല്ലേ, രാവിലെ നല്ല തെളിച്ചവാ. എനിക്ക് എലിക്കുട്ടിയമ്മയോട് മടുപ്പാട്ടോ ഈ പറയണ കേൾക്കുമ്പോ. എല്ലാത്തിനും ന്യായങ്ങളുണ്ടല്ലേ എലിക്കുട്ടിയമ്മ. ഈശോ വെട്ടത്തിലല്ല ഇരിക്കുന്നേന്ന്. നമ്മൾ ഇച്ചിരി കാലം സമയം വെട്ടയിടാൻ താമസിച്ച എന്താ ബഹളം. ഒരൊറ്റ മുതൽ അങ്ങ് തെളിക്കാൻ തുടങ്ങും. പറയണമെന്ന് അത്ര ബോധിക്കല, എന്നാലും ഞാൻ പറയുന്നു. എലിക്കുട്ടിയമ്മേ ചൂടാറിയില്ല. അയ്യോ ഒന്നുമില്ല. ചൂടാറിയോന്ന് കഴിച്ചോ. വിവീന എന്തിയമ്മേ? വിവീന എന്തിയാ? ഇവിടെ ഉണ്ടായിരുന്ന വിവീനെ. ആ അവള് പോയില്ലേ? അവള് കോളേജിൽ പോയി. ആ അല്ല ചോദിക്കത്. അമ്മ എന്നാ അന്വേഷിച്ച് നടന്ന് കണ്ടില്ല. ആ ആ അവള് പഠിത്തം വരും. ആ
ഇന്നെ എങ്ങനെ എലിക്കുട്ടിക്ക് എലിക്കുട്ടി പ്രാർത്ഥന കഴിഞ്ഞ് വന്നപ്പം ഇന്ന് എലിക്കുട്ടി എന്നെ ഇച്ചിരി കലിപ്പാണല്ലോ. എലിക്കുട്ടിയമ്മ എന്നെ ഇത്ര കലിപ്പാണല്ലോ ഒന്ന്. ആ വെച്ച് ദേഷ്യത്തിലാണല്ലോ പിന്നെ അതെ. അവിടെ ആരുടെ എവിടെയാണ് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി ആരുടെ എവിടെയാണ്. ഇന്ന് പ്രാർത്ഥന ഒക്കെ ചെല്ലും അടുത്ത് അതായിരിക്കും. പ്രാർത്ഥന നമുക്ക് എടുക്കാനും പറ്റിയില്ല. ശങ്കരിയും കൂട്ടുമൊക്കെ എല്ലാവരും ടൂറിന് പോയി. കന്യാകുമാരി ഉദയം അസ്തമയമൊക്കെ കാണാൻ പോയിരിക്കുക എറണാകുളത്തുനിന്ന്. മരിയയുടെ വീട്ടിൽ നിന്ന് പിള്ളേരെല്ലാം കൂടെ കൂടി പോയിരിക്കുകയാണ്. അതിനെ ഞാൻ നോക്കിയിട്ട് മാത്രം അമ്മ അങ്ങനെ പറയണം. അമ്മ നോക്കുമ്പോ അമ്മയ്ക്ക് കുഴപ്പമില്ലേ? അമ്മയല്ലേ എന്നെ നോക്കിയിട്ട് കണ്ടത്. അമ്മ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടല്ലേ ഞാൻ അങ്ങ് നോക്കണത് കണ്ടത്. അപ്പം അമ്മയ്ക്ക് തോന്നി നോക്കി അവിടെ ഇരിക്കുമെന്ന് അല്ലേ? അമ്മക്കിട്ട് നോക്കി അവിടെ ഇരിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നി. അതാണ് അമ്മ ചോദിച്ചത്. അതാരാമേ? ചക്കവയസ്സല്ല അപ്പം. ചക്ക ആയി വരുന്നല്ലേ ഉള്ളൂ. ചക്ക ഇല്ല നമുക്ക്. അതെ, എത്തണ ചക്ക ആകുന്നില്ല. ഇവിടെയൊക്കെ ഒന്നും കഴിച്ചിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ചക്ക ഏതാ അവളേക്ക് അപ്പം ഇതോ എല്ല്. അമ്മ രാവിലെ ഓട്സ്. അമ്മയ്ക്ക് അപ്പം കൊടുത്ത് അമ്മ തിന്നിയല്ല. അത് പിച്ച് അവിടെ ഇരിക്കും. പിന്നെ അയാൾ ഓട്സ് ആണെങ്കിൽ അമ്മ തിന്നോളും. മധുരവും ഉണ്ട് അല്ലേ? അതിന് മധുരം ഇല്ലേ ഇതിന്? ആ ഓട്സ്. ഓട്സ് പോൺസ് അല്ല, ഓട്സ്. അത് നല്ലതാണോ? നല്ലതാണോ എലിക്കുട്ടി? രണ്ടർത്ഥമുണ്ട് പിന്നേക്ക്. അല്ലെന്നും ഉണ്ട് അതേന്നും ഉണ്ട്. അപ്പൊ അമ്മ ഉദ്ദേശിക്കുന്നത് എന്താ? നല്ലതാണെന്നാണോ അല്ലെന്നാണോ ഉദ്ദേശിക്കുന്നത്? നല്ലതാണോ അല്ലേ? ആണോ അമ്മേ? നല്ലതാണെന്നാണോ നല്ലതല്ലെന്നാണോ? നല്ലതാണേ. കുറച്ചുകൂടെ വേണോ? കുറച്ചുകൂടെ ഉണ്ടാക്കി തന്നോ? വേണ്ട. മധുരം കളയും കേട്ടോ. മധുരം കുറഞ്ഞാൽ കൊണ്ട കളയും. ആണോ? എത്ര ഓട്സാന്ന് പറഞ്ഞാലും അത് ഓട്സാണ് രുചി. മധുരം ഉള്ളത് കൊണ്ട് മധുരമുള്ളതിലല്ലേ പിടിച്ചിരിക്കുന്നതാണ്. പിന്നെ ഇതിന് പ്രത്യേക രുചിയൊന്നും ഇല്ലല്ലോ. അങ്ങനെ പ്രത്യേക രുചി എന്ന് പറയാനില്ലല്ലോ. അല്ല പിന്നെ അതിനകത്തെല്ലാം നട്ട്സ് അതില്ല കേട്ടോ. നട്ട്സ് ഇട്ട് അമ്മ തിന്നുമല്ലോ. എല്ലാം തുപ്പിക്കളയും, എല്ലാം എടുത്ത് കളയും. അതിനകത്ത് ഏതാണ്ട് എള്ളു പോലെ ഉണ്ട്, അതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. കറുത്ത പോലെ സാധനം കണ്ട അമ്മയ്ക്ക് അത് പറ്റിയില്ല. അത് പറ്റിയില്ല. പണ്ട് നെല്ലിനകത്ത് കറുത്ത നെല്ല് അല്ല അരിക്കകത്തെ ഇപ്പോഴത്തെ അരിയൊക്കെ വരുന്നതിന് മുമ്പ് ഇനി കറുത്ത കേടരികളുണ്ടായിരുന്നല്ലോ. ആരാ അത്? അതാരാ? ആ മാതാവ് ഈശോയല്ലേ? അതാണ് അമ്മ കൊടുത്തത്. ഓ, അവരെ 3 പേര് രാവിലത്തെ കാപ്പുടി കഴിക്കും. കോമളൊക്കെ ഇവിടെ ഉണ്ട്. അത് എവിടെ കൊണ്ടോ ശരി. അമ്മച്ചെ കാണാൻ ആരൊക്കെയാ വന്നിരിക്കണം നോക്കിയേ. നമസ്കാരം. ഇതിനടിയെല്ലാം ഉണ്ടോ നോക്കി. അമ്മച്ചെ കാണാനായിട്ടേ അങ്ങോട്ടാണ് പരിപാടിയാണ്. അയ്യോ അതായിരിക്കും വേണം. അനുഗ്രഹം മേടിച്ചോട്ടാ.
അനുഗ്രഹം കൊടുക്കാൻ എല്ലാവർക്കും ദേ പിള്ളേർക്കൊക്കെ അനുഗ്രഹം കൊടുത്തേ. അനുഗ്രഹോ? ആ അനുഗ്രഹമൊക്കെ നമുക്ക് ഈശോ തരട്ടെ. ആ ഈശോക്ക് തുല്യമല്ലേ ഇവിടെ ഇരിക്കണത്? ഏ? ഈശോക്ക് തുല്യമല്ലേ അമ്മച്ചി? ആ, ആ പിന്നെന്താണ് ഇത് കാണപ്പെടുന്ന ഈശോ? നമുക്ക് തന്നോണ്ടിരിക്കല്ലേ, എന്നും തന്നോണ്ടിരിക്കണല്ലേ. പിന്നെ പിന്നെ ഇവിടെ പോയതായിരുന്നു എല്ലാവരും ദേ ഇവിടെ വരാം. അമ്മച്ചിനെ കാണാൻ വന്നത് ഞങ്ങളൊക്കെ അറിയൂലേ? ഏലിക്കുട്ടി അമ്മയെ കാണാൻ വന്നതല്ലേ? അറിയാലോ. അതെന്താ അറിയാത്തത്? ആദ്യമൊക്കെ അറിയാം, പിന്നെ പിന്നെ അറിയില്ല. അന്ന് പോവും. ആണാ? ഭക്ഷണം കഴിച്ചോ? അല്ല ഇവിടെ വീട്ടിൽ വലിയ പോവുകയൊക്കെ ചെയ്യാൻ പറ്റും. അതിന്റെ റിമോട്ട് വലിയാണെങ്കിൽ ഓർമ്മ വരും അല്ലേ? റിമോട്ട് ഉണ്ട് അവിടെ വെച്ചു. വീട് കൊച്ചി, എറണാകുളം. അവിടെയൊക്കെ നമുക്ക് വരാൻ പറ്റുമോ? കാര്യമില്ല. ഓരോരുത്തരോരുത്തരൊന്ന് പേര് പറഞ്ഞ് ചുരി ഓടിക്കണം. തീര പോലെ തീര എല്ലാവരും ഒന്ന് അനുഗ്രഹിക്കണം കേട്ടാ. ഇടാ അതിന്റെ അകത്തൊരു കേക്ക് ഇരിപ്പുണ്ട്. കേക്ക് ആ കേക്ക് പിന്നെ ക്രിസ്മസ് ആയില്ലേ? ക്രിസ്മസ് ഈശോ വരുന്ന ദിവസം വരാൻ പോണേ. ആ ഞാൻ അനുഗ്രഹിക്കാം അനുഗ്രഹിക്കാൻ പറ്റി. ഈശോ വിഷയായിരിക്കും ശരിയായിരിക്കും. പറ വേറെ പറ ഈശോ പറ. ആ പഠിപ്പിച്ചില്ലല്ലേ? പഠിപ്പിച്ചില്ല. ഒന്ന് അനുഗ്രഹിച്ചവനെ അമ്മച്ചി ഒന്ന് അനുഗ്രഹിച്ച. പേര് പറയണോട്ടാ. ഞാൻ പറഞ്ഞു തോമസിന്റെ ഭാര്യ അനുഗ്രഹിച്ചു. അത് ലീന. അനുഗ്രഹിച്ചോട്ടെ അനുഗ്രഹിച്ചോ അമ്മച്ചി ഒന്ന് അനുഗ്രഹിച്ചേ. അതാ ഇരിക്കുന്ന മനുഷ്യന്റെ ഭാര്യ. ആ ഭാര്യയാണ് സാലീന. അതിന്റെ അമ്മയ്ക്ക് അറിയാം. പിള്ളേരും ഒക്കെ ഉണ്ടല്ലോ. എന്താണ് പുതിയ കമ്പിളി? എന്റെ പൊന്നു ഇതെന്താണത്? ആ ഇത് ഓസ്ട്രേലിയൻ കമ്പിളിയാണ്. എറണാകുളം കൊച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ആ അമ്മച്ചി ഇതാരും ഒന്നാണ്. ഇതാരും ഉണ്ടെന്നാണ് ഈ കമ്പിളി. ആ ആരോ കൊണ്ടുവന്നാണ് ഞങ്ങൾ കണ്ടായിരുന്നല്ലോ. ഇത് ആരും കൊണ്ടുവന്നാണ്. ആരാ? നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നാലും നമ്മൾ അതിനോട് പറയുന്ന കാശ് കൊടുത്ത് ഇത് ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുവന്നല്ലേ? അത് ഇപ്പൊ ഞാൻ അതാൻ പറ്റിയത് കുറുപ്പന്തറയല്ലേ? ഇത് കണ്ടറിയുന്നുണ്ട്. ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ ഓസ്ട്രേലിയന്. ഇവിടെയുണ്ട് ഇതുപോലത്തെ എല്ലാ വർഷവും സൈസ് കൊടുക്കും അതെ. ഞങ്ങൾക്ക്. ആ ഇത് ഓസ്ട്രേലിയ. ആ അമ്മച്ചിയുടെ മൂത്ത മകനാണ് കൊണ്ടത്, ടോമി എന്ന് പറഞ്ഞ. ഞാൻ എന്നാ കണ്ടു കൊള്ളാട്ടാ, നല്ല ഭംഗിയുണ്ട്, ഇഷ്ടമായി. ഇത് ഞങ്ങൾക്ക് തരുമോ? എല്ലാരും അവിടെ താമസിക്കണം. എറണാകുളം. ഇവിടെയാണോ? ആ ഒരു സ്ഥലത്താണ് എല്ലാരും. എല്ലാവരും ഇത് ചേട്ടൻ, ഇതെന്റെ ചേട്ടൻ, ആ ഇതെന്റെ അനിയൻ. ആ അപ്പൊ ഒരു വീട്ടിലുള്ളവരാ 3 പേര്. കുഴപ്പമില്ല. അമ്മയും ചാത്തും ചാച്ചനും പോകുന്നില്ല. അമ്മയും ചാത്തും ഒന്നും വന്നില്ല. കുറുപ്പത്തറയിലെ പള്ളിയിലെ പെരുന്നാളിൽ പോയാ പച്ചക്കറിയോ? അതേ അതെന്ത് പറയണോ? അങ്ങനെ പറയണോ? കൊച്ചിക്കാരെന്ന് പറഞ്ഞാൽ കൊച്ചിക്കാരറിയില്ലേ? കൊച്ചിക്കാരറിയില്ലേ? ആ കൊച്ചിക്കാരാ വക്കച്ചന. കൊച്ചിയിലെ വക്കച്ചൻ അറിയോ? ആ കൊച്ചിയിലെ വക്കച്ചൻ അറിയോ? ചേട്ടന്റെ അനിയൻ പറഞ്ഞേ. ചേട്ടന്റെ അനിയൻ ദേവി വേടാ. അവള് മേടിച്ചില്ല. ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തോ. നീ ഹാപ്പി ക്രിസ്മസ്. അവൻ
പിള്ളേരാണ് ഒരു ബ്ലെസ്സിങ്സ് കൊടുത്തേക്ക്. അനുഗ്രഹിച്ചേ ഒന്ന് അനുഗ്രഹിച്ചേ അമ്മച്ചി. ദേ ഇവിടെ ഇവിടെ തലേ ദേ ഇവിടെ പിടിച്ചത് അനുഗ്രഹിക്കും. അനുഗ്രഹിച്ചോ അമ്മച്ചി. അനുഗ്രഹിക്ക് തലയിൽ തൊടാൻ. കാണപ്പെടുന്ന ആളാണ്. പൊക്കം കൂടുതലുണ്ട്. അമ്മച്ചിനെ കാണാൻ വേണ്ടി വന്നു. എല്ലാ വർഷവും ഇനി പോണില്ല. ഞാൻ ഇവിടെ കിടക്കാൻ പോണേ. ആ അമ്മച്ചിക്ക് ഒരു പാട്ട് കേൾപ്പിച്ചതാ. ക്രിസ്മസ് അപ്പച്ചനല്ലേ? അപ്പച്ചൻ വന്നു കഴിഞ്ഞാൽ ആരെയും വിടൂല. ആണോ? ഇവിടെ കിടന്നു. ഇവിടെ സ്ഥലമുണ്ട്. നീ അറിയൂടാ? നീ കണ്ടിട്ടുണ്ടോ? ആങ്ങളെയാ ഒരിക്കല് അവിടെ വന്നിട്ടുണ്ടോ? അല്ല പുള്ളി ഒരു തവണ വന്നിട്ടുള്ളൂ. ഞാനാ ശങ്കരിക്ക് 18 അല്ല 16 വർഷം ശങ്കരിക്ക് മാമോദിസയ്ക്ക് ഇവിടെ ഉണ്ടായിരുന്നു. ശങ്കരിയുടെ മാമോദിസ ഇല്ല അതിന് മുമ്പേ അല്ല തോമാ ചേട്ടായി മരിച്ചതിന് ശേഷം പുള്ളി വന്നത്. ചേർത്തിനിമാർ ഒന്നുകൂടെ കൂടാതെ പിള്ളേർക്കോടെ പള്ളിയിൽ പറഞ്ഞ പള്ളിയിലൊക്കെ പോയി വന്നു. പിന്നെ എന്തായിരുന്നു ഭക്ഷണം? കറി എന്തായിരുന്നു? ആ ചോറിന് ജോമോള് നന്നായിട്ട് കറിയൊക്കെ വെക്കൂല്ലേ? ജോമോള് നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ടാ. സ്വാദുണ്ടാ? ടേസ്റ്റും രുചി. കൊച്ചി ഇടയ്ക്ക് ഇങ്ങനെ അമ്മച്ചീനെ കാണാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞു. അമ്മച്ചീനെ കാണാനായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടം. എല്ലാവരും സുഖമായിട്ടിരിക്കണം. എന്താ ചേട്ടനെ പോലെ ഇരിക്കും. അത് കറക്റ്റാണ്. ചേട്ടന് മാറി അനിയനായി. അത് അനിയന കേട്ടോ. അനിയന ചേട്ടനില്ല. ചേച്ചിയുണ്ട്. അമ്മേ കൊച്ചിയിലെ തോമാച്ചനില്ലേ? തോമസ് കൊച്ചിയിലെ തോമസ് ഇല്ലേ? ആ ഇവിടെ കുറുപ്പന്തറത്തെ ചാച്ചൻ്റെ അനിയൻ്റെ മകൻ തോമസ്. തോമസാ അത്. മണ്ണാർപ്പറ പള്ളിയിലൊക്കെ വരുമ്പോ പെരുന്നാളിന് വരുമ്പോ അമ്മച്ചി പെരുന്നാളിലൊക്കെ വരുമായിരുന്നു. അത് കൊച്ചിന്ന് പറഞ്ഞത്. അതെ കൊച്ചിയിലായിരുന്നു. കൊച്ചിയിലെ വക്കച്ചന്റെ മകനാണ്. ഇത് വക്കച്ചന്റെ രണ്ടാമത്തെ മൂന്നാമത്തെ മകൻ. അല്ല ഞങ്ങളെല്ലാവരും മാറി മാറി താമസിക്കുന്ന ഞങ്ങളെല്ലാവരും ഒന്നിച്ച ആണ്. ഞാനാണ് മൂത്ത സിസ്റ്റർ. അതിനുശേഷം ഞാൻ ഉണ്ട്. ഉറക്കം വരുത്തണ്ട. ഉറക്കം കുറവാണ്. അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അല്ലേ ആ നേരത്തെ. അപ്പൊ ക്രിസ്മസിന്റെ എല്ലാ ആശംസകളും. മെറി ക്രിസ്മസ്.
ക്രിസ്മസ് ആകാറായില്ലേ? ക്രിസ്മസ് ആകാറായില്ലേ? ഉണ്ണീശ പറക്കാറായിരുന്നു. ആ ക്രിസ്മസ് 25-ാം തീയതി ആകാറായി. പോറായി. ആകാറായി. ക്രിസ്മസ് ആകാറായി. പിറവി. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക. എന്നാ വന്നെ? ക്രിസ്മസിന് വരാം കേട്ടാ. ജോമനെ കുറെ ഇന്നൊന്നാലും വെയിലായി. ആണല്ലേ? ഓക്കെ. എല്ലാവരോടും വരാൻ പറ്റി. നമ്മൾ കിടന്ന് ഉറങ്ങിക്കോട്ടോ. ഓക്കെ എന്നാ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കാണാം. അവർ പോവാന്ന് കേട്ടാ. വിളിച്ചു. ഇത് അമ്മച്ചിക്ക് കൊണ്ട് തന്നാ മതി. അമ്മച്ചിക്കുള്ള കേക്കാണ് കേട്ടോ. അമ്മച്ചി വിളിച്ചു കേട്ടോ. അമ്മച്ചി ക്രിസ്മസിന് കട്ട് ചെയ്ത് കഴിക്കണം കേട്ടോ. ക്രിസ്മസിനെ കട്ട് ചെയ്തിട്ട് കഴിക്കണം കേട്ടോ. ഓക്കെ. ആ കേക്ക് അത് അമ്മച്ചിക്ക് കട്ട് ചെയ്ത് കഴിച്ചത് ഞോമ കട്ട് ചെയ്ത് തരാം കേട്ടോ. അടുപ്പിലൊന്നും വെക്കണ്ട കേട്ടോ. ഓക്കെ എന്നാ, ബൈ ബൈ ബൈ. എന്നെ പുറത്താക്കണം. സംഗീതി വരുന്നുണ്ടാ? ആഗ്രഹമൊക്കെ ഉണ്ട്. ശങ്കരി അല്ലടാ. പേര് വേറെ ഉണ്ട്. നമ്മളിവിടെ ആദ്യമായിട്ട് വരുന്നുള്ളൂ അല്ലേ? അപ്പൊ എല്ലാവരും ഞങ്ങളുടെ ഈ കൊച്ചു ഭവനം സന്ദർശിച്ച് വളരെ സന്തോഷം കേട്ടോ. ക്യാമറമാനെ കാണാറില്ല. ഓക്കെ. ശങ്കരി വരുന്നുണ്ടോ? ഇല്ല. ശങ്കരി വരുന്നുണ്ടോ? ഗുഡ് നൈറ്റ് പറഞ്ഞു. നീ ഇവിടെ നിന്നോടാ. ഒരു ഗുഡ് നൈറ്റ് കൊടുത്തു ശങ്കരിക്ക്. എനിക്ക് സ്തുതിയെന്ന് ഈശോയെ. അന്ന് എന്നെ അനുഗ്രഹിക്കാം. ഈശോയെ അനുഗ്രഹിക്കണേ. ഈശോയെ അനുഗ്രഹിക്കണേ. തൊടണേ ഈശോയെ. ഓക്കെ എന്നാ. ഒത്തിരി ആളുള്ളത്. ഉണ്ട്, ഒത്തിരി ആളുണ്ട്. ഇപ്പഴാണ് ഇത് വന്നത്. ഓക്കെ ജോൺ ചേട്ടാ. ഓക്കെ ജോൺ ചേട്ടാ. ശനിയാഴ്ച വന്നിട്ട് ഞായറാഴ്ച ചേച്ചി ലിസി ചേച്ചിയാണ് അവിടെ ഓളം. ലിസി ചേച്ചിയാണ് അവിടെ ഞങ്ങളുടെ ഓളം. പനി പിടിച്ചാ? ഇവിടെ പുറത്തേക്ക് വരുമല്ലോ അവന്റെ ആൻസിയാനിയുടെ അന്ന് ഇത്രയും ഒത്തുകല്യാണോ? 30 തിരിച്ചു വന്നപ്പം അപ്പയുടെ പരിപാടി 30 വെച്ചപ്പം 31 ന്യൂ ഇയർ ഞാൻ കഴിച്ചു കുടിക്കും. ഫസ്റ്റ് വീക്കിൽ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാം. ഇടയ്ക്ക് വരും. വീട് നമ്മുടെ ഇവിടെയാണോ? വീട് ഇവിടെയാ.
ബൈ അമ്മച്ചി. ബൈ ബൈ. അടുത്ത ദിവസം വരാം. കൊച്ചി ആടെ ഇവരുടെ വീട്ടിലാണ് താമസിച്ചത്. ആൻറ്റി അമ്മച്ചിയുടെ മോൻ്റെ വീട്ടിലാണ് താമസിച്ചത്. ആ കൊച്ചിയിലുണ്ടോ? ഇല്ല, അവരെവിടെയുണ്ട്? ഓസ്ട്രേലിയയിലായിരുന്നു. ആ ഇവിടെ ഉണ്ടോ? ആ ഇപ്പൊ അമ്മച്ചീനെ കാണാൻ നാട്ടിൽ വന്നേക്കുവാ. ശങ്കരിയും ഓസ്ട്രേലിയയിലല്ലേ, അമ്മച്ചീനെ കാണാൻ വന്നതാ. ഇവിടെ അങ്ങോട്ട് പോയില്ലായിരുന്നു. അവൾ അവിടെയല്ല ജനിച്ചത്. ആണോ? ആ ഇപ്പം അവധിക്ക് വന്നല്ലേ? അമ്മയെ കാണാനായിട്ട് അവധി എടുത്ത് വന്നാ. വരുവാ. അവരവിടെ സുഖമായി കഴിയണം. ആ അമ്മച്ചിയുടെ മോൻ്റെ അവിടെ ഇല്ലേ, പുറത്തുണ്ട്. അമ്മച്ചീനെ കാണാൻ വന്നില്ലേ? ഇവിടെ ഉണ്ടോ? ആ ഇവിടെ ഉണ്ട്. ഉണ്ടോ? എവിടെയാ? ഇപ്പൊ പോയാൽ പിന്നെ ഞാൻ കാര്യമായിരുന്നു. ആ നോക്ക് വിളിക്ക്, ടോമിന്ന് വിളിക്ക്. ടോമി അങ്കിൾ, ടോമി അങ്കിൾ, അമ്മച്ചി നോക്കണം. ടോമി അങ്കിളിനാ അന്വേഷിക്കുവോ? ആ അമ്മച്ചി ഇപ്പൊ പോയിക്കാതെ അവർക്കും കാണില്ലല്ലോ. അമ്മച്ചിക്ക് ഉറങ്ങാറായോ? ഉറങ്ങാറായോ? എത്ര പേരാണ് അമ്മച്ചിയെ കാണാൻ വന്നത്? പിന്നെ അവർക്ക് പള്ളിയിൽ നിന്ന് കഴിഞ്ഞ് വന്ന് വൈകി എവിടെയൊക്കെ പോയതാ? കന്യാകുമാരിയിലെ എന്ന് പറയുന്ന സ്ഥലത്ത് പോയത്. ആ ഒരു സ്ഥലം കാണാൻ വേണ്ടി പോകാം. ആണോ? അവിടെ പോയപ്പോഴത്തേക്ക് കുട്ടിക്ക് നമ്മുടെ ആൾക്കാർക്ക് അവിടെ ഉണ്ടോ? പിടിച്ചോ പിടിച്ചോ ചൂടല്ല. ശരി, അവരെ പറഞ്ഞു വിടുക കേട്ടോ. സമയം കളയണ്ട. ഇനിയിപ്പം എനിക്കറിയാം. ബൈ ബൈ, എല്ലാവർക്കും ബൈ. ഓക്കെ, അതൊക്കെ ഞങ്ങൾ ഒപ്പിച്ചതാ. അവിടെ ഇരിക്കാൻ പറ. അതെനിക്ക് കഥ പറയണ നാട്ടുകാർക്കൊക്കെ അറിയാം, നാട്ടുകാർക്കൊക്കെ അറിയാം. എവിടെ നിന്നോടാ? എവിടെ നീ? ഇവിടെ നിന്നോ, ഇവിടെ നിന്നോ. ബൈ, ഓക്കെ ബൈ. ചേട്ടാ അമ്മയുടെ താത്ത എല്ലാവർക്കും. അവളി ഇവിടുത്തെ അല്ലേ? അവളി ഇവിടുത്തെയാ. ആണോ? ആ സ്ഥലം മാറി അവിടെ സ്ഥലം മാറിപ്പോയി നോക്കാം. അല്ലല്ല, അവള് നമ്മുടെ കൊച്ചുമോളല്ലേ? ഇവിടെ വേറെ ആളുണ്ട്. ആ ഉണ്ട് ഉണ്ട്. പപ്പായുണ്ട്, മമ്മിയുണ്ടെന്ന് പറയടി. ചേട്ടനുണ്ട്. പപ്പായൊക്കെ ഉണ്ടോ? പപ്പ ഇവിടെ അവിടെ ഉണ്ട്. ആണോ? അമ്മയും എല്ലാവരും കൂടെ ഇങ്ങനെ. പാട്ട് എവിടുന്നാ വന്നെ? നമ്മളിപ്പം കൊച്ചിന്ന് വന്നതാ, തിരിച്ചു വന്നതാ. എവിടുന്നാ? കൊച്ചി. കൊച്ചിന്നാണോ? പിടിച്ചടി. അവിടെയാണോ താമസം? അവിടെയല്ല താമസം, എവിടെയാ. അപ്പൊ അവിടെ ചുമ്മാ ഇങ്ങനെ വിസിറ്റിംഗ് പോയതാ. നീ അവിടെ ഇരുന്നോടി, കസേരയിലിരിക്ക്, കസേരയിലിരിക്ക്. ഓരോ സുഖമൊക്കെയാണല്ലോ. നല്ല സ്ഥലമാണ്. മക്കളുടെ വീട് എവിടെയാണോ? അല്ല അല്ലേ? അല്ല
വീട് അവിടെ അല്ലാതെ നമ്മളുടെ വീട് അവിടെ അല്ല. നമ്മളുടെ വീട് ഓസ്ട്രേലിയയില. അല്ല നമ്മളുടെ വീടില്ല. ഓസ്ട്രേലിയ കേട്ടിട്ടില്ല? അവിടെയാണോ? അവിടെയാ. ആരെ? അമ്മയുടെ എന്റെയും അമ്മേന്റെയും അപ്പേന്റെയും പിന്നെ എന്റെ ചേട്ടൻ്റെ. നിങ്ങൾ അവിടെ കൊടുക്കും താമസക്കാരൻ. ഞാൻ അവിടെ ജനിച്ചതാ. അവരുടെ കൂടെ പോണില്ല. ഇല്ല, ഞാനിവിടെ ഇരിക്കാം. അവരിഞ്ഞ് എന്നാ പോണുണ്ടായിരുന്നു? എന്നാ പോണേന്ന്? എന്നാ പോണെന്ന്? ഇപ്പൊ വല്ല പോണെന്ന്? ഇപ്പഴല്ല, കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പോകുന്നു പറ. ഇനി അവര് പോണുണ്ടോ ഇവിടുന്ന്? ഉണ്ട്. ഉണ്ടോ? കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്. നമ്മൾ നാട്ടിലല്ലേ താമസിക്കുന്നില്ലേ? ഇപ്പൊ നാട്ടിലാന്ന് പറ. ഇപ്പൊ നാട്ടില്ല. അവർക്ക് സ്ഥലമൊക്കെ കാലാവസ്ഥയൊക്കെ പഠിക്കണമല്ലോ. കുഴപ്പമില്ല. ഇല്ല. മോളവിടെയായിരുന്നോ? ആണോ? ആ, അവിടെയാണ്. എന്നാലും ജീപ്പ് ഇവരെന്നാ പോണേ? ആര്യ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോകുമ്പോ കൂടെ നിങ്ങളൊക്കെ പോവോ? കൂടി പോകും. അവരുടെ വീട്ടിലാണ് താമസിക്കുന്നത്. ആ, അത് അവരുടെ താമസം എവിടെയെന്നാലും കുടുംബമായിട്ട് ഓസ്ട്രേലിയ. അവിടെയാണ്. ആ, അവിടെയാ. ഇവിടുത്തെ നല്ല സ്ഥലങ്ങളല്ലേ? നല്ലതാ. കാലാവസ്ഥയൊക്കെ അസുഖങ്ങൾ കുറവുണ്ടല്ലേ? ആ, കുറവാണ്. നല്ല സ്ഥലം. എന്നാലും ആ വെള്ളമൊക്കെ കുടിക്കാൻ നല്ലതാണോ? നല്ല വെള്ളമാ. ആണോ? ഇവിടത്തേക്കാളും നല്ല വെള്ളം അല്ലേ? അപ്പൊ അവിടുത്തെ നാട് നല്ലതാണ് നമുക്കൊക്കെ ജീവിക്കാൻ. ഇപ്പം അങ്ങോട്ട് പോകണം. എറണാകുളം പറ. കൊച്ചി. കൊച്ചിയില് പോവാ. എങ്ങോട്ടാണ്? കൊച്ചിയിൽ അവര് പോവാ. കൊച്ചിയിലേക്ക്. കൊച്ചിയിലാണ് അവർ തന്നെ. ആ, അവര് വന്നു. നിങ്ങളുടെ ലഗേജ് ഒന്നും ഇല്ലേ? ലഗേജെല്ലാം അവന് കൊച്ചിയിലേക്ക് പോകണം. ഒത്തിരി പോകണ്ടേ? പോകണം. വണ്ടി എത്ര കാണണം? പ്ലെയിനില് കയറിയാണ്. പ്ലെയിനില്ല, വിമാനം. വിമാനം. ആ, അങ്ങനെ കത്തിക്കുഴപ്പം. ആ, അത് തന്നെ. അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണോ ജീവിതമൊക്കെ? സുഖമാണ്. നമുക്ക് ഈ നാട്ടിലുള്ളവർക്ക് ഇപ്പൊ പറ്റുമോ അവിടെ? പിന്നെ കുഴപ്പമില്ല. ഇല്ല, ഇച്ചിരി ചൂടാ. മനുഷ്യരും നല്ലതാണോ? ആ, നല്ലതാ. മലയാളികളാണോ? ഇച്ചിരി ആൾക്കാർ മലയാളാ. ഇനി എന്നാ വണ്ടി മക്കൾ പോകണം? കുറച്ച് ദിവസം കഴിയുമ്പോ. ആ, കുറച്ച് ദിവസം കഴിഞ്ഞു. നീ പോകുന്നുണ്ടോ? ആ, ഞാനും പോകുന്നുണ്ട്. ഉണ്ടോ? അത് അവിടെ എന്തെങ്കിലും ജോലി ചെയ്താണോ ജീവിക്കണേ? ആ, ജോലിയുണ്ടോ? ഞാൻ പഠിക്കുവെന്ന് പറ. എനിക്കിപ്പം ജോലിയില്ല, പഠിക്കുക. പ്രായം ചെന്നോക്കുണ്ടല്ലേ? പഠിത്തമൊക്കെ കഴിഞ്ഞ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ഉണ്ടോ? ആ, രണ്ടിനും. കാരണന്മാർക്കുണ്ടോ? പേരൻസിന്. ആ, ഉണ്ട്. അവർക്ക് രണ്ടും ജോബ്സ് ഉണ്ട്. അവർക്ക് പ്രായമായിട്ടല്ലേ? ആ, അമ്മ ഒരു നേഴ്സാണ്. എൻ്റെ അമ്മ ഒരു നേഴ്സാണ്. അമ്മ നേഴ്സാണ് എൻ്റെ അമ്മ. നേഴ്സാന്ന്. നേഴ്സ്. എന്റെ കൈ പോണടി. താമസിക്കുന്നത് എവിടെയാ? ഓസ്ട്രേലിയ. ആണോ? കുടുംബമായിട്ട്. അവിടുത്തെ കാലാവസ്ഥയൊക്കെ നല്ലതല്ലേ? നല്ലതാ. അവിടുന്ന് വല്ല മൂത്ത മകൻ അവിടെ പോയത്? ആ മൂത്ത മകന്റെ മകളാന്ന് പറയടി. ഞാൻ അവന്റെ മകളാ. ആണോ? അവിടെ പോയി അവർ താമസിച്ച് ജോലി ഒക്കെ ചെയ്തുകൊണ്ട് അവർ താമസിച്ച ജോലി. ഞാൻ മകളാന്ന് പറ. ഞാൻ ടോമിന്റെ മകളാ. അതാണ് കൊച്ചവിടെ ആയിരുന്നു. അങ്ങനെയായിരുന്നു. ഇപ്പം നമ്മളിവിടെ അമ്മച്ചീനെ കാണാൻ. എന്നാ വലിയ ഭാവിയിലോട്ട് പോകുന്നത്? അത് താമസം എവിടെയാ? ഓസ്ട്രേലിയയിലാ. ആണോ? ഇവിടെ എൻ്റെ മൂത്ത മകൻ ആദ്യം താമസിച്ചത് കുടുംബമായിട്ട് ജോലി ഇല്ല. ഞാനാ. രാജ്യത്താണ്.
ഇപ്പോഴും ആ രാജ്യത്ത് തന്നെയാന്ന് പറ. ഇപ്പോഴും ആ രാജ്യത്ത് ഇങ്ങനെ മതി ഒത്തിരി മലയാളം പറയുന്നുണ്ട്. ആണോ? ഇങ്ങനെയാണോ? എന്റെ പേര് ശങ്കരിയാണ്. എത്ര പേർക്ക് മക്കളുണ്ട്? ഞാൻ എപ്പോഴും ഇവിടെ എൻ്റെ കൈ വേണം എടുക്കും. ആരാ അത്? ആരാ? ആ അറിയില്ലേ? എനിക്കറിയത്തില്ല. അപ്പ അമ്മച്ചി അപ്പനെ മെൻഷൻ ചെയ്തു. എന്റെ മൂത്ത മകന് ഓസ്ട്രേലിയയിലാണ് താമസിക്കുന്നത്. എന്റെ മകളാണ്. ആണോ? ഏത് മകളാ? ഏത് മകളാ? ഏത് മകളൊന്നുമില്ല. മക്കള് പെൺമക്കളും ആൺമക്കളും ഒക്കെ മക്കളല്ലേ? ഓക്കെ അതെ. അങ്ങനെ കണക്കിലെത്തിരിക്കണം. അല്ലാതെ പിന്നെ എന്നാ ചെയ്യാനാ? കൊച്ചങ്ങോട്ട് പോകാനായിട്ട് ഇരുന്നതായിരുന്നു. ഇവിടെ വന്നേച്ചും നന്നായിട്ടെന്നാ പറ്റിയ കുറെ. പിന്നെ പോകാൻ ഞാൻ ഇവിടെയാണ് ഇരിക്കുന്നത്. കൊച്ചി എവിടുന്നാ വന്ന? കോട്ടയത്തുനിന്നോ? കൊച്ചിന്ന്. കൊച്ചിന്ന്. അവിടെയാണ് താമസിച്ചോണ്ടിരുന്നത്. ഏതാനും ദിവസങ്ങള്. മതി, ഇനി നാളെ പറയാം. പോയി കിടന്നോ അമ്മ? പോയി കിടന്നോ, ഇനി ഉറങ്ങുവാ. അമ്മ പോയി കിടന്നോ വന്ന? കിടന്നോളാണ്. നിങ്ങൾക്ക് കിടക്കണ്ടേ? ഞങ്ങളും വരുവാ. കിടക്കാൻ പോവാ. എല്ലാരും കിടക്കണം. നമുക്ക് ഒരുമിച്ച് കിടന്നേക്കാം. ലൈറ്റ് ഓഫ് ചെയ്തോ? ആരാ? മക്കളെയൊക്കെ കണ്ടല്ലേ, ഇനി മക്കളെ കിടന്ന് ഉറങ്ങാം. ഓരോരുത്തരും കഴിഞ്ഞ് കേൾക്കുമ്പോഴത്തേന് സുഖമാകും. അത് കറങ്ങിയിട്ടൊക്കെ വന്നിട്ട് ക്ഷീണ, ജലദോഷവും പനിയൊക്കെ പിടിച്ച്, ജലദോഷമൊക്കെ പിടിച്ച്. ടൂറിനൊക്കെ പോയിട്ട് വന്നപ്പോഴേ പറഞ്ഞത് തിരിഞ്ഞില്ല. ടൂറിനൊക്കെ പോയിട്ട് വന്നപ്പോഴേ, ടൂറില്ലേ ടൂറ്, ഒരു ടൂറിന് പോയിട്ട് വന്നപ്പോഴേ ജലദോഷമൊക്കെ പിടിച്ചെന്ന്. എനിക്ക് കിടക്കണ്ട. അമ്മച്ചിക്ക് കിടക്കണ്ട. ഞാൻ വരുവാ. കിടക്കാൻ പോവാം. ഞാൻ പോവാ. ഞാനായിട്ട് ഒരുപാട് സമയമായി. ചെരുപ്പൊക്കെ അടിക്കണം. അതൊക്കെ എടുത്തിടണം. കിടക്കാൻ നേരമായി. ഇഷ്ടമുള്ളവർക്ക് കിടക്കണം. കേക്കോ? അമ്മച്ചിക്ക് സമ്മാനം കൊണ്ടുവന്നാ. കൊണ്ടുപോയി. അമ്മച്ചി കിടക്ക് കേട്ടോ. അമ്മച്ചി കിടന്നുറങ്ങേ. നിങ്ങൾ കിടക്കണില്ലേ? ഉണ്ട്, കിടന്നു. എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.